സംഭവം കടപ്പുറത്ത് രസം തന്നെയാണ്. പക്ഷെ 2 ദിവസം ഇവിടെ ആയപ്പോ എനിക്ക് ബോറടിച്ചു. ആ എന്നാലും കുഴപ്പമൊന്നുമില്ല, രസമുണ്ടല്ലോ. നമ്മൾ ഇന്ന് പറഞ്ഞ മാതിരിക്ക് ഇന്ന് രാവിലെ ശരിക്കും ആതിരപ്പള്ളി വാഴ്ചാല് പോവാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോൾഗാട്ടി പാലസിലൊക്കെ പോവാ പറഞ്ഞില്ലേ? ഓ രസായിരുന്നു. നടന്നില്ലല്ലോ വിനോ പറഞ്ഞിരുന്ന കാര്യം. നടക്കാൻ എന്താ നിങ്ങൾ രണ്ടാളും നേരം കുടിച്ച് വിറ്റായി കിടക്കായിരുന്നു. കുടിക്കണെന്താ കുഴപ്പമൊന്ന്? അത് നിങ്ങൾ നേരത്തെ എണിച്ചില്ലല്ലോ. എണിച്ചാ ജോസ് എണിക്കാണ്ടല്ലേ? എണിക്കാണ്ട് നിങ്ങൾ എപ്പോഴാ കിടന്നത്? ഇന്നലെ കിടന്നത് എന്തിനാ നോക്കണേ? ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും വന്നു കഴിഞ്ഞു, ഇനിയിപ്പൊ അത് നോക്കണ്ട. പക്ഷെ പരികുട്ടിയ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരണം കേട്ടോ. പിന്നെ പറയാണ്ട എന്താ രസല്ലേ അല്ലേ? പിന്നല്ലേ. പക്ഷെ ഒറ്റയ്ക്കുള്ള വരവ് ഈ പറഞ്ഞ പോലെ വലിയ സുഖമില്ല. ആ ചെക്കനൊക്കെ അവിടെ ഇട്ട് പോന്നിട്ടേ കുട്ടികളൊക്കെ കൂട്ടിട്ട് വരണം. ഒരു അടങ്ങറില്ലേ? ആ ശരിക്കും അവരെയും കൂടി കാണിക്കണ്ടാണ് ഇതൊക്കെ അല്ലേ? പിന്നെ വേണ്ടേ? കിട്ടിയെന്ന് പറഞ്ഞ സംഭവം സൂപ്പറായി. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വിളിച്ച് ചെന്നിട്ടേ ആ തൊട്ടപ്പുറത്തുണ്ടായ ഒരു കമ്പ്യൂട്ടർ സെന്റർ, അവിടെ പോയൊരു പടം എടുത്ത് വെച്ച് കണ്ടാ സിദ്ധന്റെ അടുത്ത് നിൽക്കണ പടം ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ഇയാളിനെ ഇതിന്റെ ഉള്ളിൽ കുത്തി കയറ്റിയ? അതൊക്കെ പിള്ളേരെടുത്ത് വെക്കും. നല്ല പിള്ളേരല്ലേ? നമ്മുടെ കൂടെ നിന്നെടുത്ത കാര്യണ്ടേ നോക്ക്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വിട്ട്, ഫേസ്ബുക്കിൽ വിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതെ ഇത് എവിടുന്ന് ഈ ഫോട്ടോ നിനക്ക്? ഇത് നിന്റെ ഫോണിൽ തന്നെ കിടന്നേച്ചി. എടാ മന്ദം കുന്താണ്, ഇതിന്റെ അച്ഛന്റെ ഫോട്ടോ ആണിത്. അതെങ്ങനെ നിന്റെ അച്ഛനാണ്? ആ കമ്പ്യൂട്ടറിൽ തപ്പിയപ്പോ നല്ല സിദ്ധന്മാരൊന്നുമില്ല. ആ അപ്പൊ നിന്റെ അച്ഛന്റെ ഫോട്ടോ ഇടാനാ പോയത്. അപ്പൊ നീ അവിടെ മറ്റേ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ഏതൊരു ആളുടെ അതിൽ കണ്ടില്ലെന്ന്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു ഇതിലൊരാൾ കിടപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്നെ കാണിച്ചപ്പോ അന്ന് അയാൾ ഇട്ടോന്ന് പറഞ്ഞു. ഇതെങ്ങനെ എന്റെ അച്ഛനാവണ് ചങ്ങായി? അല്ലാണ് എന്റെ അച്ഛനല്ലാണ്ട് പിന്നെ അച്ഛനെ കണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിട്ട് എടുത്തുള്ള ഫോട്ടോ ആണ് അത്. ഈ ഫോണിൽ ഡിലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നിട്ട് അമ്മ അത് അങ്ങനത്തെ വെച്ചതാണേ. ഞാൻ നിന്റെ അച്ഛന്റെ മറ്റേ മീശോള്ള സിൽക്കിന്റെ ചുപ്പിട്ട് ഇങ്ങനെ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കൊളായില്ലേ? ചോദിക്കാറില്ല, ചോദിച്ചിട്ട് ഇട്ടാ മതിയായിരുന്നില്ല. അത് അങ്ങനെ ചോദിക്കണതിന് അതിൽ തെരഞ്ഞപ്പോ ഒരാള് കിടക്കണ താടിയും മുടിയൊക്കെ വെച്ചിട്ട്. എന്റെ ജോസൂട്ടി എടാ അതിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോ എന്നോട് ചോദിക്കണ്ട നീയേ. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞ ഏതെങ്കിലും ഒരാളെ പിടിച്ച് താടിയും മുടിയുള്ള ആളെന്ന് പറഞ്ഞു. മനസ്സിലാവില്ല. നിനക്കും മനസ്സിലാവില്ല. പക്ഷെ അമ്മയ്ക്കും മല്ലികയ്ക്കും അറിയാലോ. അവർക്കറിയോ? മല്ലികയ്ക്ക് ഉറപ്പായിട്ട് ഇത് കണ്ടാ മനസ്സിലാവും. അതോടുകൂടി ഈ പരിപാടിയും പൊളിഞ്ഞു. അവിടെ കിട്ടിയിട്ടുണ്ടാവും. അയച്ചല്ല അപ്പൊ തന്നെ എന്ത് പണി? നിങ്ങളല്ലേ പറഞ്ഞ അവിടെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു സിദ്ധനെ വെച്ച് പടം ഉണ്ടാക്കണോന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി. ഉണ്ടാക്കി പറഞ്ഞ അയച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ കണ്ടില്ലേ പരിപാടി കൊളായില്ലേ? അതിന് ബഹളം ഉണ്ടാക്കണ എന്തിനാണ്? പേടിക്കണ്ടെന്ന് ഒരു സിദ്ധന്റെ അല്ലേ ചീറ്റിയുള്ളൂ. നമുക്ക് അടുത്ത ബുദ്ധന്റെ വഴിയില്ലേ? നിങ്ങൾ ഇന്നലെ കാണിച്ച പണിയാണല്ലേ? എന്ത് കാണിച്ച പണിയാണ് ഇന്നിപ്പോ ആതിരപ്പള്ളി വായിച്ചാൽ പോവാനും ഇവിടെ പോവാൻ പറ്റാതെ ഓരോ കേസ് കെട്ട് ഒപ്പിക്ക് വന്നിട്ട് അവസാനം ചീറ്റി പോകുമ്പോ എന്റെ തലേ ചീറ്റി പോകുമ്പോഴല്ലേ ഓരോന്നും ഇങ്ങനെ ഓരോ തന്ത്രം പറഞ്ഞു കൊണ്ടുവന്നിട്ട് അത് കൊളാക്കും. ഓരോ പണി ഞാൻ എങ്ങനെ അവിടെ കയറുക പറ്റൂല വീട്ടിൽ വരാന്. എന്തൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയ ഇതാണ് പെണ്ണുങ്ങള് നമ്മളെ കെട്ടിയുള്ള ഗുണം. നമ്മ വേണം പെണ്ണുങ്ങളെ കെട്ടാൻ. പണിയായിട്ട് ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കാൻ.